കേരള തീരത്ത് നിന്ന് 1700 കിലോമീറ്റർ ദൂരത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന ഡിയോഗ ഗാർസിയ ദ്വീപിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള UK-US മിലിറ്ററി ബേസ് നമ്മളുടെ അടുത്തുണ്ട്. കേരളത്തിനടുത്ത്, ഇന്ത്യക്കടുത്ത്, ശ്രീലങ്കയ്ക്ക് താഴെ, മാലദ്വീപ്സിന് താഴെ, ഇന്ത്യയോട് ഏറ്റവും അടുത്ത് ഇരിക്കുന്ന US ബേസ്. ഇറാൻ-ഇസ്രായേൽ-US വാറിന്റെ ഇടയിൽ ഒരു മിസൈല് ഇറാൻ ഈ ഒരു ബേസിലേക്ക് അയച്ചെന്നൊക്കെ ചെറിയ മാധ്യമ വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 99 വർഷത്തെ ലീസിനാണ് ഈ ഒരു ഐലൻഡ് UK മൗറീഷ്യസിൽ നിന്ന് ഏറ്റെടുത്തത്. 1965 അവിടെ നിന്ന് കുടിയൊഴിക്കപ്പെട്ട ഒരു ജനതയുണ്ട്. അവർ ലോകത്തെല്ലായിടത്തും ചെയ്ത പ്രതിഷേധങ്ങളുടെയും പല ഡിപ്ലോമാറ്റിക് റിലേഷന്റെയും ഭാഗമായിട്ട് ഈ ദ്വീപുകൾ അവരിലേക്ക് തിരിച്ച് മടക്കി കൊടുക്കാൻ വേണ്ടി UK സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതിന് വിലങ്ങുതടിയായി വരുന്നത് ട്രംപാണ്. ട്രംപിന് അത് മേടിക്കണം അത്രേ. 1800 കിലോമീറ്റർ മാത്രം കേരളത്തിൽ നിന്ന് ദൂരെ കിടക്കുന്ന ഈ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ട്രംപിന് മേടിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ US മേടിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇന്ത്യ ഇതിനെപ്പറ്റി ഒരു കമന്റ് ചെയ്തോ? ഇല്ല. നമ്മളുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നമ്മളുടെ ബോർഡറുകൾ സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മളുടെ വിശ്വഗുരു ബാക്കിയുള്ള ആളുകളൊക്കെ നെട്ടോട്ടം ഓടുന്നു പറയുമ്പോൾ തന്നെ നമ്മുടെ ബോർഡറിലുള്ള ഇതേപോലെ അയൽ രാജ്യങ്ങൾ ചൈനയുമായിട്ടും US ആയിട്ടും സ്ട്രാറ്റജിക് ആയിട്ട് പല കരാറിൽ ഏർപ്പെടുമ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ത്രെറ്റ് ഉള്ളത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് തന്നെയാണ്, ഇവിടുത്തെ ജനതയ്ക്കാണ്, ഇവിടുത്തെ റിസോഴ്സസിനാണ്. ഇതിനെതിരെ ശബ്ദിക്കുന്ന ഓരോ മാധ്യമത്തെയും ഇല്ലാതാക്കുകയാണ്. 2026 ഇന്നേ ഈ ദിവസം ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. US ഈ ഒരു ഐലൻഡ്സ് മേടിക്കാനായിട്ട് താല്പര്യമുണ്ട്. അതായത് ഈ ഒരു ഐലൻഡ് അവിടുത്തെ ജനതയ്ക്ക് കൈമാറാനായിട്ട് US വിലങ്ങുതടിയാവും. വിശ്വഗുരുവായ നമ്മളുടെ നേതാവും നമ്മളുടെ രാജ്യസ്നേഹം പറയുന്ന ഭക്തന്മാരും ഇവരാരും ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല, ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇന്ത്യൻ ഓഷനിൽ സ്ഥിതി ചെയ്യുന്ന ഇതേപോലത്തെ ചെറിയ ഐലൻഡുകൾ ഇതേപോലെയുള്ള US ചൈനയും ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അലയൻസ് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുമായിട്ട് എന്തുകൊണ്ട് ഒരു സ്ട്രാറ്റജിക് റിലേഷനിലേക്ക് എത്തുന്നില്ല? ഇതൊക്കെ ചോദിക്കേണ്ടത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്. അതായത് നമ്മുടെ ഗോദി മീഡിയ ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. ഇതിനെപ്പറ്റി സംസാരിക്കുന്നവരെ മിണ്ടാതാക്കാൻ വേണ്ടി ഓടി നടക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന വിഷയം കേരളത്തിലടങ്ങുന്ന ഈ പ്രദേശത്ത് നമ്മളുടെ കടൽ തീരത്തുള്ള പലതിനെ പറ്റിയും റീസെന്റ് ആയിട്ട് US ആയിട്ട് നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടു. ശ്രദ്ധിച്ചു കാണില്ല അല്ലേ? അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ പല കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. കൂട്ടി വായിക്കലുകൾ നിങ്ങളിലേക്ക് വിടുന്നു. ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യയുടെ ഇത്രയും അടുത്ത് കിടക്കുന്ന ഇതേപോലെയുള്ള ദ്വീപുകൾ മറ്റു രാജ്യങ്ങളിൽ വന്ന് കൈയടക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ വിശ്വഗുരുവും നമ്മളുടെ ഭക്തന്മാരും മിണ്ടുന്നില്ല? പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും മിണ്ടാലോ. ഇത് അപ്പോ ഇന്ത്യ മൗറീഷ്യസ് ടൈസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ചൈനീസ് ഇന്റർവെൻഷൻ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടായിരിക്കാം ട്രംപ് വരുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് ഇതിനെ ഒന്ന് നേരിടാനായിട്ട് മുമ്പോട്ട് പോകുന്നില്ല? കേരളത്തിന്റെ കടൽ തീരത്തെ മണൽത്തരികൾ, അതിന്റെ വാല്യൂ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കൂട്ടി വായിക്കേണ്ടത് നിങ്ങളാണ്. എന്റെ പണി കൂട്ടി വായിക്കലുകളല്ല. നിങ്ങൾ കൂട്ടി വായിച്ചോളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വാർത്തകളും കാര്യങ്ങളും എത്തിക്കുക എന്ന് മാത്രമാണ് എന്റെ കർത്തവ്യം. അത് ഞാൻ ചെയ്യുന്നു. അപ്പോ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ചൊറിയണവര് അവിടെ ഇരുന്ന് ചൊറിയും. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.